ഹായ് ഫ്രണ്ട്സ്, ആർഫോറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ US മാർക്കറ്റുകളായാലും ഏഷ്യൻ മാർക്കറ്റുകളായാലും അവിടെയൊക്കെയുള്ള മേജർ ഇൻഡെക്സുകളൊക്കെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തതായിട്ട് കാണാം. മാത്രമല്ല പല ഇൻഡെക്സുകളും പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് റെക്കോർഡ് ഹൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് അർദ്ധരാത്രി വരാൻ പോകുന്ന US ഫെഡ് റിസർവിൻ്റെ തീരുമാനം, അവിടെ തീർച്ചയായിട്ടും ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമെന്നും അത് 25 ബേസിസ് പോയിന്റിന്റെ ഒരു റേറ്റ് കട്ട് ആയിരിക്കുമെന്നും ഓൾറെഡി മാർക്കറ്റ് വലിയ തോതിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേൾഡ് വൈഡ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ആ ഒരു പോയിന്റിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഇത് കൂടാതെ ഇന്ത്യ US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു. ഇന്ത്യയുമായുള്ള ഒരു ട്രേഡ് ഡീല് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ അഥവാ APEC അതിൻ്റെ CEO ലഞ്ചിയൻ പരിപാടിയിൽ സൗത്ത് കൊറിയയിൽ വെച്ചാണ് ട്രംപ് ഈ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു പടി കൂടി കടന്നുകൊണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോഡിയെ നൈസസ്റ്റ് ലുക്കിംഗ് ഗൈ എന്നൊക്കെ വിശേഷിപ്പിക്കുകയുണ്ടായി. ഇതുകൂടാതെ ഏറ്റവും ഒടുവിൽ കാണുന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് US നിന്നുള്ള ഇന്ത്യയുടെ ഓയിൽ ഇമ്പോർട്ട് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് 2022 ഒക്ടോബറിന് ശേഷമുള്ള ഹയസ്റ്റ് ഇമ്പോർട്ടായിട്ട് വളർന്നിരിക്കുന്നു എന്നാണ് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. ഒക്ടോബർ 27 ഒരു ഡാറ്റ പ്രകാരം അത് 5,40,000 ബാരൽസിന്റെ ഒരു ഇമ്പോർട്ടാണ്. ഇന്ത്യയുടെ ടോട്ടൽ ഇമ്പോർട്ടിന്റെ ഏകദേശം 10% US നിന്ന് ഈ ഒരു മാസം വന്നതായിട്ട് ഡാറ്റകളിൽ കാണുന്നു. ഇതുകൂടാതെ ഇന്ത്യയുടെ ഓയിൽ കമ്പനികൾ റഷ്യൻ ഓയിൽ ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള US സാങ്ഷന്റെ ഭാഗമായിട്ട് അവരുടെ ഫ്രഷ് ഓർഡറുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു എന്നും നമുക്ക് വാർത്തകളിൽ കാണാം. അപ്പോൾ തീർച്ചയായും നമുക്കറിയാം, റഷ്യൻ ഓയിൽ ഇമ്പോർട്ടാണ് ഇന്ത്യ US ട്രേഡ് ഡീലിന് വലിയൊരു വിഘാതമായി നിന്നിരുന്നത്. ഇപ്പോൾ US നിന്ന് ഇമ്പോർട്ട് കൂടുകയും റഷ്യയിൽ നിന്ന് കുറയുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ 25% എക്സ്ട്രാ അഡീഷണൽ താരിഫ് അത് തീർച്ചയായിട്ടും എടുത്തു കളയപ്പെടും എന്നതിൻ്റെ കൃത്യമായ സൂചനകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നവംബർ മാസത്തോടുകൂടി തീർച്ചയായിട്ടും ആ അഡീഷണൽ 25% താരിഫ് തീർച്ചയായിട്ടും എടുത്തു കളയപ്പെടും. അതിനിടയിൽ US ചൈന ട്രേഡ് ഡീലിന്റെ സാഹചര്യങ്ങളും ഏകദേശം ഒരുങ്ങിയിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെയും ഷീ ജിൻപിങ്ങിന്റെയും ചരിത്ര പ്രാധാന്യമുള്ള ഒരു മീറ്റിംഗ് ആണ് കൊറിയയിൽ ഇനി നടക്കാൻ പോകുന്നത്. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യത്തെ മീറ്റിംഗ് ആണിത്. കഴിഞ്ഞ 6 വർഷത്തിന് ശേഷമുള്ള 2 രാഷ്ട്രത്തലവന്മാരും തമ്മിലുള്ള ഒരു മീറ്റിംഗ് ആണിത്. ഈ ട്രേഡ് വാർ മൊത്തം വേൾഡ് വൈഡ് ഗ്ലോബൽ എക്കണോമിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മൊത്തം ടെൻഷൻസും പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന ഒരു മാസമായിട്ട് നവംബർ നമുക്ക് കാണാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് പൊതുവെ ഇൻവെസ്റ്റേഴ്സിനുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ സിനാരിയോയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ കണ്ടത് FIAസിന്റെ ശക്തമായ ഒരു ബൈങ് ആണ്. 10,339 കോടിയുടെ ഒരു ബൈങ് അവിടെ നടന്നു. അപ്പോൾ ഈ ഒരു മാസം ഇത് FIAസിന്റെ ഏറ്റവും ഹയസ്റ്റ് നെറ്റ് ബൈങ് ആണെന്ന് കാണാം. നിലവിലിപ്പോൾ ഒക്ടോബർ മാസം അവർ 10,000 കോടിക്ക് മുകളിലുള്ള ഒരു നെറ്റ് ബൈങ് പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മെയ് 2025 ശേഷം ആദ്യമായിട്ടാണ് ഒരു മാസത്തിൽ ഈ രീതിയിൽ നമുക്ക് ഈ FIAസിന്റെ നെറ്റ് ബൈങ് കാണാൻ കഴിയുന്നത്. ഇന്ന് നിഫ്റ്റി 26,000 മുകളിൽ ക്ലോസ് ചെയ്തെങ്കിലും 26,050 ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവലാണ്. ആ ഒരു കീ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 26,150 അതുപോലെ 26,200 ലെവലുകൾ നിഫ്റ്റി ബ്രേക്ക് ചെയ്യും. അതിൻ്റെ ഒരു സൂചനയാണ് അവസാന നിമിഷത്തിലുള്ള ബുള്ളിഷ് ക്യാൻഡിലുകൾ സൂചിപ്പിക്കുന്നത്. ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ഇപ്പോൾ നിഫ്റ്റിയിൽ നിൽക്കുന്നത് 25,800 ആണ്. അപ്പോൾ ഇന്നത്തെ റേറ്റ് കട്ടും അതുപോലെ തന്നെ US ചൈന ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളും അടക്കം ഏതെങ്കിലും വിധത്തിലെ നെഗറ്റീവ് വാർത്തകൾ വരികയാണെങ്കിൽ മാർക്കറ്റ് ആ 25,800 ആയിരിക്കും ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് നിൽക്കുക. മേജർ സപ്പോർട്ട് 25,500 ഇന്ന് നമ്മൾ മെറ്റൽ മാർക്കറ്റിൽ വമ്പിച്ച റിക്കവറി കാണാൻ പറ്റും. പ്രത്യേകിച്ച് പ്രീഷ്യസ് മെറ്റൽ ഗോൾഡും സിൽവറും ശക്തമായ മുന്നേറ്റം ഇന്ന് നടത്തി. അപ്പോൾ $426 എന്ന ലെവലിലാണ് ഗോൾഡ് ഗ്ലോബലി ട്രേഡ് ചെയ്യുന്നത്. അത് 1.91% ഒരു അപ്സൈഡാണ് ഉണ്ടായത്. സിൽവറിൽ കൂടുതൽ ശക്തമായ മൂവ് നടന്നതായിട്ട് കാണാം. അവിടെ 2.84% ഒരു ജമ്പാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മാർക്കറ്റിലെ ഗോൾഡ് ETF-കളും സിൽവർ ETF-കളും നന്നായിട്ട് മുന്നേറിയതായിട്ട് കാണാം. ഇപ്പോൾ ഗോൾഡ് ബീസ് 3.28%, അതുപോലെ സിൽവർ ബീസ് 5.59% മുന്നേറിയതായിട്ട് കാണാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ETF-കളിൽ ഒരു റിക്കവറിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. തങ്ങളുടെ പുതിയ ക്വാർട്ടർലി റിസൾട്ട് പ്രസിദ്ധീകരിച്ച വരുൺ ബീവറേജസ് ലിമിറ്റഡ് ഇന്ന് 9% ഒരു റാലി അവിടെ നടന്നതായിട്ട് കാണാം. ഇപ്പോൾ വരുൺ ബീവറേജസിന്റെ റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ സ്റ്റാൻഡ് നെറ്റ് പ്രോഫിറ്റ് 17% ഒരു അപ്സൈഡ് മൂവ് ഉണ്ടായതായിട്ട് കാണാം. 577 കോടിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയർ ഓൺ ഇയർ ഓപ്പറേഷണൽ റവന്യൂ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ലെവലിലാണ് കാണുന്നത്. വോളിയം സെയിൽസിൽ ഇമ്പ്രൂവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഡൊമസ്റ്റിക് വോളിയം ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടാണ്
ഉണ്ടായിരുന്നത്. എന്നാൽ ഇൻ്റർനാഷണൽ വോളിയം ഇൻക്രീസ് ആയിട്ടുണ്ട്, 9% ഒരു ഇംപ്രൂവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവരുടെ റിപ്പോർട്ടുകൾ കാണുന്നത്. അതുപോലെ ഇതിനോടനുബന്ധിച്ച് വന്ന കമൻട്രിയിൽ ബോർഡ് കെനിയയിലുള്ള ഇവരുടെ സബ്സിഡിയറി അപ്രൂവ് ചെയ്തതായിട്ട് കാണാം. പ്രത്യേകിച്ച് വരുൺ ബീവറേജസ് ലിമിറ്റഡ് കെനിയയുടെ മാനുഫാക്ചറിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, സെല്ലിംഗ് ഓഫ് ബീവറേജസിൻ്റെ ആ ഒരു സബ്സിഡിയറിയാണ് ബോർഡ് അപ്രൂവ് ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം വരുൺ ബീവറേജസിൽ വന്നിട്ടുള്ളത്, പ്രത്യേകിച്ച് ഒരു ഫ്ലാറ്റ് റിസൾട്ട് ആണെങ്കിലും ഇന്നത്തെ വരുൺ ബീവറേജസിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റത്തിന് കാരണമായിട്ട് കാണുന്നത് അവരുടെ ബിസിനസ്സിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ചേഞ്ചാണ്. അപ്പോൾ അവർ വേൾഡിലെ ഫേമസ് ബിയർ കമ്പനിയായിട്ട് കാൾസ്ബർഗുമായി ചേർന്നുകൊണ്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പിലൂടെ അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അഗ്രിമെൻറ്റിൽ എത്താനുള്ള തീരുമാനം കമ്പനി എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇനീഷ്യലായിട്ട് ആഫ്രിക്കൻ ടെറിട്ടറികളിലാണ് ഈ ഒരു ബിസിനസ് ഇവർ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഇവരുടെ കോർ ബിസിനസ് ആയിട്ടുള്ള നോൺ ആൽക്കഹോളിക് സോഫ്റ്റ് ഡ്രിങ്കിൽ നിന്നും വലിയൊരു ചേഞ്ചാണ്. ആൽക്കഹോളിക് ബീവറേജ് മേഖലയിലേക്കുള്ള ഒരു എൻട്രിയാണിത്. ബിയർ, വൈന്, സ്പിരിറ്റ്, അങ്ങനെ ആ ഒരു മേഖലയിലേക്ക് കൂടുതലായിട്ട് ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള ഒരു തീരുമാനമാണ് വരുൺ ബീവറേജ് ലിമിറ്റഡിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ആഫ്രിക്കയിൽ മാത്രമല്ല ഇന്ത്യയിലും ഈ രീതിയിൽ അവരുടെ ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ ലഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഉള്ള ശ്രമങ്ങളാണ് ഭാവിയിൽ നടത്തുക എന്നും അവരുടെ കമൻട്രിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് മാർക്കറ്റിൽ വരുൺ ബീവറേജ് ലിമിറ്റഡിൻ്റെ ഷെയർ പ്രൈസ് ഉയരാൻ ഒരു കാരണമായിട്ട് കാണുന്നത്. എങ്കിൽ പോലും നമ്മൾ അതിൻ്റെ ടെക്നിക്കൽ ചാർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ 200 മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കാതെ അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായതായിട്ട് കാണാം. ഇന്നലെ ന്യൂജൻ സോഫ്റ്റ്വെയറിലും ഇതേപോലെയുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഓരോ ഉയർച്ചകളിലും സെല്ലിങ് ഇത്തരം സ്റ്റോക്കുകൾ നടക്കുന്നത് കാണാം. അപ്പോൾ സെൽ ഓൺ റൈസ് എന്നുള്ള രീതിയിൽ ഇത്തരം സ്റ്റോക്കുകളെ ഇൻവെസ്റ്റേഴ്സ് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നല്ലൊരു മൂവ് സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇനി നമ്മൾ മാർക്കറ്റിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു IPOയിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെൻസ്കാർട്ടിൻ്റെ IPO ആണ് വെള്ളിയാഴ്ച, അതായത് October 31 ഓപ്പൺ ആവാൻ പോകുന്നത്. നമുക്കറിയാം 2025 വന്ന ബിഗ്ഗസ്റ്റ് IPOകളിൽ ഒന്നായിട്ട് ഇത് മാറാൻ പോവുകയാണ്. കാരണം ഇതിനു മുമ്പ് വന്ന ടാറ്റ ക്യാപിറ്റൽ, അതുപോലെ LNG ഇലക്ട്രോണിക്സ്, HDB ഫൈനാൻഷ്യൽ സർവീസസ്, എക്സാവെയർ ടെക്നോളജീസ്, ഇത്തരത്തിലുള്ള 4 ബിഗ്ഗസ്റ്റ് IPOകൾക്ക് ശേഷമാണ് ഇപ്പോൾ ലെൻസ്കാർട്ടിൻ്റെ ഈ ഒരു IPO മറ്റൊരു ബിഗ്ഗസ്റ്റ് IPO ആയിട്ട് മാറാൻ പോവുകയാണ്. 7000 കോടിക്ക് മുകളിൽ ഇഷ്യൂ സൈസുള്ള ഒരു IPO ആണിത്. ഈ ലെൻസ്കാർട്ട് എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി പീയൂഷ് ബൻസാൽ എന്ന് പറയുന്ന അതിൻ്റെ CEOയും അദ്ദേഹത്തിൻ്റെ കോ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള അമിത് ചൗധരിയും അതുപോലെ സുമീത് കപ്പാഹിയും ചേർന്ന് 2008 രൂപം കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു യൂണിക്കോൺ കമ്പനിയിൽ സോഫ്റ്റ് ബാങ്ക്, അതേപോലെ പ്ലാറ്റിനം ജാസ്മിൻ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഷെയർ ഹോൾഡിങ്ങും നമുക്ക് കാണാൻ കഴിയും. എങ്കിലും ഇതിൻ്റെ ഫൗണ്ടേഴ്സിന് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഷെയർ ഹോൾഡിംഗ് ഈ കമ്പനിയിലുണ്ട്. പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിംഗ് ഏകദേശം 19.85% കാണാൻ കഴിയുക. അപ്പോൾ അതാണ് ഇപ്പോൾ റെഡ്യൂസ് ചെയ്തിട്ട് 17.52% കുറക്കുന്നത്. അപ്പോൾ ഈ ലെൻസ്കാർട്ടിൻ്റെ ഒരു ബിസിനസ് നമുക്ക് സുപരിചിതമാണ്. കാരണം ഇന്ത്യയിലെ ഏതൊരു സിറ്റിയിലും അതിൻ്റെ മുക്കിലും മൂലയിലും നമുക്ക് ഈ ഒരു ലെൻസ്കാർട്ടിൻ്റെ ഐവെയർ ഷോപ്പുകൾ കാണാൻ കഴിയും. അപ്പോൾ ഇവർ ഡിസൈനിങ്ങിലും മാനുഫാക്ചറിങ്ങിലും ബ്രാൻഡിങ്ങിലും, പ്രത്യേകിച്ച് പ്രിസ്ക്രിപ്ഷൻ ഐ ഗ്ലാസസ് ആണ് ഇവരുടെ കോർ ബിസിനസ് മേഖല. കൂടാതെ സൺഗ്ലാസസ്, കോണ്ടാക്ട് ലെൻസസ്, അതുപോലെ ഈ ഐവെയർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്സസറീസ് ഒക്കെ ഇവരുടെ ഒരു പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയിൽ കാണാം. അപ്പോൾ ഇവരുടെ ഒരു പ്രൈമറി മാർക്കറ്റ് ഇന്ത്യ തന്നെയാണ്. 2025 ഒരു റിപ്പോർട്ട് പ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നത്, അപ്പോൾ 2025 ഇന്ത്യയിൽ ഈ പ്രിസ്ക്രിപ്ഷൻ ഐ ഗ്ലാസസ് ആ ഒരു അതിൻ്റെ സെല്ലിങ്ങിൽ ഹയസ്റ്റ് വോളിയം സെയിൽസ് നടത്തിയ ഒരു കമ്പനി ആയിട്ടാണ് നമുക്ക് ലെൻസ്കാർട്ട് കാണാൻ കഴിയുക. അപ്പോൾ ഇവർക്ക് ഏകദേശം 2723 സ്റ്റോറുകൾ ഗ്ലോബലായിട്ടുണ്ട്. അതിൽ 2067 ഇന്ത്യയിലാണ്. അപ്പോൾ ഇവരുടെ പല മേജർ സ്റ്റോറുകളിലും ഒപ്റ്റോമെട്രിസ്റ്റുകളും ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ജപ്പാൻ, തായ്ലൻഡ് പോലെയുള്ള രാജ്യങ്ങളാണ് മറ്റ് മേജറായിട്ടുള്ള ഇവരുടെ സ്റ്റോറുകൾ കാണാൻ കഴിയുക. അപ്പോൾ ഈ ഒരു IPO October 31 ഓപ്പൺ ചെയ്യുന്നു, November 4 അവസാനിക്കുക. ഇഷ്യൂ പ്രൈസ് ബാൻഡ് നമ്മൾ കാണുന്നത് 382, 402 എന്നുള്ള പ്രൈസ് റേഞ്ചിലാണ്. ഒരു ലോട്ടിൽ 37 ഷെയറുകളാണ് ഉണ്ടാകുക. അപ്പോൾ ഒരു ലോട്ട് വാങ്ങണമെങ്കിൽ 14,874 രൂപയാണ് വേണ്ടത്. മാക്സിമം 13 ലോട്ടുകൾ വരെ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർക്ക് വാങ്ങാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു ലിസ്റ്റിംഗ് ഡേറ്റ് പ്രതീക്ഷിക്കുന്നത് November 10. ഇവരുടെ ആ ഒരു 7,278 കോടിയുടെ ഇഷ്യൂ സൈസിൽ 2,150 കോടി മാത്രമാണ് ഫ്രഷ് ഇഷ്യൂ. ബാക്കി വരുന്ന 5,128 കോടി ഓഫർ ഫോർ സെയിലാണ്. അപ്പോൾ ഈ ഓഫർ ഫോർ സെയിൽ എന്ന് പറയുമ്പോൾ അതിലുള്ള നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സ് ആ പണം അവർ കളക്ട് ചെയ്യാണ് ചെയ്യുക. അതൊരിക്കലും ബിസിനസ് എക്സ്പാൻഷന് വേണ്ടി ഉപയോഗിക്കില്ല. അപ്പോൾ ഇവരുടെ മേജർ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള സോഫ്റ്റ് ബാങ്ക്, അതുപോലെ KKR,
അതുപോലെ കെഡാര ക്യാപിറ്റൽ, അതുപോലെ മറ്റ് ഫൗണ്ടേഴ്സായിട്ടുള്ള പീയൂഷ് ബൻസാലും അതുപോലെ നേഹ ബൻസാൽ, അമിത് ചൗധരി, സുമീത് കപാഹി, ഇവരൊക്കെ ഈ ഒരു IPOയിൽ അവരുടെ സ്റ്റേക്ക് വിൽക്കുന്നുണ്ട്. അതൊക്കെ ഓഫർ ഫോർ സെയിലാണ്. എന്നാൽ ഫ്രഷ് ഇഷ്യൂ ആയിട്ടുള്ള 2150 കോടി അതാണ് കമ്പനിയുടെ എക്സ്പാൻഷന് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇവരുടെ കൊക്കോ സ്റ്റോറിന് വേണ്ടിയിട്ട് 272 കോടിയും, അതുപോലെ ലീസ്, റെന്റ്, ലൈസൻസ് അഗ്രിമെന്റ്സിനൊക്കെ വേണ്ടിയിട്ട് 591 കോടിയും, ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി 213 കോടിയും, അതുപോലെ ബ്രാൻഡിനും മറ്റ് പ്രൊമോഷൻ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് 320 കോടിയും, ബാക്കിയുള്ളത് മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഇപ്പോൾ കമ്പനിയുടെ ഒരു ഫൈനാൻഷ്യൽസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ടോപ്പ് ലൈൻ ഗ്രോത്ത് ആയാലും ബോട്ടം ലൈൻ ഗ്രോത്ത് ആയാലും വളരെ ഇൻടാക്റ്റ് ആണ്. അസറ്റ്സും ഇൻകമും ഒക്കെ 2023, 24, 25 3 വർഷങ്ങളിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വളർന്നതായിട്ടാണ് കാണുന്നത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പക്ഷേ 2023-ലും 24-ലും ലോസിലായിരുന്നു. 2025-ലാണ് ഇപ്പോൾ ലാഭത്തിൽ വന്നിട്ടുള്ളത്. അതുപോലെ എബിറ്റയും റിസർവ് ആൻഡ് സർപ്ലസും അതുപോലെ നെറ്റ് വർത്ത് ഇതൊക്കെ സ്റ്റഡി ആയിട്ട് ഇൻക്രീസ് ചെയ്ത് പോയിരുന്നതായിട്ട് കാണാം. അതുപോലെ ബോറോയിങ്സ് കുറഞ്ഞു വരുന്നതായിട്ടും കാണാം. അപ്പോൾ മൊത്തത്തിൽ ഫൈനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ ആ ഒരു 2 വർഷത്തെ ലോസ് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഇതിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ വളരെ ഹെൽത്തി ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം കാണാൻ കഴിയുന്നത് ഇതിൻ്റെ വാല്യുവേഷനാണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ 11 എന്നുള്ള ലെവലിലാണ് കാണുന്നത്. അത് ഹൈലി ഓവർ വാല്യൂഡ് ആണ്. ഇതിൻ്റെ PE 227 എന്ന PEയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ വളരെയധികം ഹൈ PEയിലാണ് ഈ സ്റ്റോക്ക് നമുക്ക് കാണുന്നത്. അതുകൂടാതെ ഇതിൻ്റെ IPO പ്രൈസ് എക്സസീവ്ലി പ്രൈസ്ഡ് ആയിട്ടാണ് കാണുക. അപ്പോൾ കമ്പനി പ്രതീക്ഷിക്കുന്നത് ഇവരുടെ അഗ്രസീവായിട്ടുള്ള ഫ്യൂച്ചർ പ്ലാനുകൾ കാരണം ഒരു ഫാൻസി ആയിട്ടുള്ള ഒരു പ്രീമിയത്തിൽ ഇവരുടെ ഷെയറുകൾ വിൽക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഓവർ പ്രൈസ്ഡ് ആയിട്ട് നമുക്ക് ഈ IPO കാണാൻ കഴിയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതേ ബിസിനസ് ചെയ്യുന്ന മറ്റ് സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ PE ആയാലും മറ്റ് വാല്യുവേഷൻ ആയാലും നമുക്ക് കമ്പയർ ചെയ്യാനുള്ള പിയേഴ്സ് ഇല്ല എന്നുള്ളതും ഒരു ഘടകമാണ്. അപ്പോൾ ഈ ഒരു ലെൻസ്കാർട്ടിൻ്റെ IPO ഇപ്പോൾ മാർക്കറ്റിൽ വലിയൊരു സെൻസേഷനായിട്ട് വരാനുള്ള മറ്റൊരു കാരണം ഡിമാർട്ടിൻ്റെ ഓണറായിട്ടുള്ള രാധാകൃഷ്ണൻ ദമാനി അദ്ദേഹം ഇതിൽ പ്രീ IPO എന്നുള്ള നിലയിൽ ഏകദേശം 90 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇൻവെസ്റ്റേഴ്സിനിടയിൽ വലിയൊരു ആവേശം സൃഷ്ടിച്ചിരുന്നു. ഇതിൻ്റെ CEO ആയിട്ടുള്ള ബെൻസാൽ അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ദമാനിയോട് അത്രമാത്രം റെസ്പെക്ട് ഇവർക്കുണ്ടെന്നും ഇവർ ഡിമാർട്ടിൻ്റെ അഥവാ അവന്യൂ സൂപ്പർ മാർട്ടിൻ്റെ ഓരോ സ്റ്റോറിൻ്റെ അടുത്തായിട്ട് ലെൻസ്കാർട്ട് ഷോറൂമുകൾ എപ്പോഴും തുറന്നിട്ടുണ്ടെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം നമ്മൾ പരിശോധിച്ചാൽ ഇപ്പോൾ 27-ാം തീയതി ഗ്രേ മാർക്കറ്റ് പ്രീമിയം വളരെ ഹൈ ആയിരുന്നു, 26% എന്ന ലെവലുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് 28-ന് അത് കുറഞ്ഞതായിട്ട് കാണാം, 18% കുറഞ്ഞിരുന്നു. ഇപ്പോൾ 29-ൽ ഇന്ന് നമ്മൾ കാണുന്നത് ഈ സമയം വരെ 15% എന്നുള്ള ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയമാണ്. അപ്പോൾ ഈ ഗ്രേ മാർക്കറ്റ് പ്രീമിയം നമുക്കറിയാം അത് ഹൈലി ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. എങ്കിലും അത് സൂചിപ്പിക്കുന്നത് ഗ്രേ മാർക്കറ്റ് പ്രീമിയം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഏതായാലും എക്സസ് സർപ്ലസ് ക്യാഷ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ IPOക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ലിസ്റ്റിംഗ് ഗെയിൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ ഒരു ലോങ് ടു മീഡിയം ടേം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വാല്യുവേഷൻ ഒരു കൺസേൺ ആണ്. എങ്കിലും ഫൈനാൻഷ്യലി ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു IPO കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.